ഹലോ എവ്രി വൺ, വെൽക്കം ടു യു ന്യൂ ഇയർ. ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്നും തെക്കേ അറ്റത്തേക്കുള്ള ഒരു യാത്ര. ഡാൻസ് ടീമിൻ്റെ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഈവനിങ് ടൈമിലുള്ള ട്രെയിനിലായിരുന്നു ഞങ്ങൾ പോയത്. അതാകുമ്പോൾ രാവിലെ ട്രിവാൻഡ്രത്ത് എത്തുമല്ലോ. ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോർണിംഗ് 6:30 ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി. അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് പോയി. ട്രിവാൻഡ്രത്തിൻ്റെ നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം. കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഉപദേവതകളായി വേട്ടയ്ക്കൊരു മകൻ, ദുർഗാദേവി, നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അങ്ങനെ ഗണപതിയെ തൊഴുത ശേഷം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് റൂമിലേക്ക് തന്നെ പോയി. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ടീച്ചർ കുട്ടിക്ക് ശിവരാത്രി ദിവസം ഇവിടെയുള്ള ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് ബെസ്റ്റ് ഡാൻസറിനുള്ള അവാർഡ് കിട്ടുന്നുണ്ട്. ആ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയും അതോടുകൂടി തന്നെ ഞങ്ങളുടെ ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത്. ഉച്ചക്കത്തെ ലഞ്ചിന് ശേഷം പ്രോഗ്രാമുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണി കാണുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നൊരു 30-45 മിനിറ്റ്സോളം ദൂരം ഉണ്ടായിരുന്നു ആ അമ്പലത്തിലേക്ക്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ നമ്മളൊരു 3:30-4 o'clock ചെങ്കൽ ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായ ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം. ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവുമുണ്ട്. ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. കൂടാതെ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ, ഗംഗാജലം, നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാം. ഇവയെല്ലാം 2011-നും 2021-നും ഇടയിൽ പണി കഴിപ്പിക്കപ്പെട്ടവയാണ്. ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. അങ്ങനെ അമ്പലത്തിനകത്ത് കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൻ്റെ പിറകെയുള്ള മേക്കപ്പ് റൂമിലേക്ക് ചെന്നു. ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയുള്ള മേക്കപ്പും ഡ്രസ്സും ഒക്കെ ഇടുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ. ഏകദേശം അതൊക്കെ കഴിയാറാകുമ്പോഴേക്കും ഞങ്ങളുടെ ടീച്ചറിന് അവാർഡ് കൊടുക്കുന്ന ചടങ്ങ് തുടങ്ങി. പ്രശസ്ത സിനിമാ താരം പ്രേംകുമാറിൽ നിന്നായിരുന്നു അവാർഡ് ഏറ്റുവാങ്ങിയത്. ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ അവാർഡ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇനിയും ഇതിനേക്കാളും വലിയ ഉയർച്ചയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ടീച്ചർ മായ കൈലാസ്. ഞങ്ങൾ ടീച്ചറുടെ കൂടെയുള്ള ആളെപ്പറ്റി പറഞ്ഞില്ലല്ലോ. ഇതാണ് സുധാമണി ടീച്ചർ. ഈ ടീച്ചർ കാരണമാണ് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകാനോ അവിടെ ഒരു വലിയ വേദിയിൽ ഡാൻസ് പെർഫോമൻസ് ചെയ്യാനോ അവസരം കിട്ടിയത്. ടീച്ചർക്ക് അവിടെ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കവയിത്രിക്കുള്ള അവാർഡാണ് ടീച്ചർക്ക് കിട്ടിയത്. അങ്ങനെ അവാർഡ് ദാന ചടങ്ങിന് ശേഷം ഒരുപാട് പേരുടെ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ടൈമുമായി. അതുവരെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് കളിച്ചു. അതിൻ്റെ ഇടയിൽ വാവ സുരേഷ് സാറിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഊഴായി.
ശിവരാത്രി ദിവസമായതുകൊണ്ട് ഇന്ന് രാത്രി ഫുൾ ഇവിടെ പ്രോഗ്രാം തന്നെയാണ്. രാവിലെ വരെ പ്രോഗ്രാം ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് വാവസൂര്യ സാറിൻ്റെ കുറച്ച് സമയം സംഭാഷണം കേട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോയി. ഒരുപാട് ലേറ്റാവും ഇല്ലെങ്കിൽ റൂമിലേക്ക് എത്താൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ തട്ടുകടയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. നല്ല ചൂട് ദോശയും ചട്നിയും കഴിച്ചു. അങ്ങനെ പാതിരാത്രി 1 മണിക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ ദോശയും ചട്നിയും കഴിക്കുന്ന കുറേ തമ്പുരാട്ടിമാർ. ട്രിവാൻഡ്രത്തെ ബാക്കി വിശേഷമായിട്ട് നാളെ വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.